മാത്സിൻ്റെ 7ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റ് ഒരുമാതിരി എല്ലാവരും നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ USSന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഫസ്റ്റ് വീഡിയോയിൽ കുറച്ച് ആംഗിൾസ് പഠിച്ച് തുടങ്ങാം. ഈ പാരലൽ ലൈൻസിലെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകും. പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ USS പഠിക്കുന്നവരല്ലെങ്കിൽ പോലും പരീക്ഷയ്ക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഏതൊക്കെ ആംഗിളുകളുടെ സമ്മാണ് 180 ഡിഗ്രി വരുന്നത് എന്നാണ്. 180 ഡിഗ്രി വരുന്നത് ഏതൊക്കെ ആംഗിളുകളുടെ സം? അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾ കാണാമല്ലോ. അതിൽ AB എന്ന ലൈൻ CD എന്ന ലൈന് പാരലലാണ്. അപ്പോൾ ABയും CDയും പാരലലാണ്. അതിനെ ഒരു ലൈൻ കട്ട് ചെയ്യുന്നത് PQ എന്ന ലൈനാണ്. അതിലെ 2 പോയിന്റുകളാണ് Rഉം Sഉം. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾസ് പറയാൻ പറ്റുമല്ലോ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ആംഗിൾ, നമ്മൾ രേഖീയ ജോഡി അതല്ലെങ്കിൽ ലീനിയർ പെയറിലെ 2 ആംഗിൾസ് സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഈ AB എന്ന ഈ ഒരു ലൈനും ആ ഒരു ലൈനിലെ 2 ആംഗിൾസ് ആണ് ARP, അതുപോലെ തന്നെ BRP. കണ്ടോ ഈ 2 ലൈൻസും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും. അതുപോലെ മറ്റൊരു ലീനിയർ പെയറാണ് ARSഉം BRSഉം. ഇതും എന്താണ്? രേഖീയ ജോഡിയാണ്, ലീനിയർ പെയർ. ഇനി മൂന്നാമത്തെ ഒരു ലീനിയർ പെയർ നോക്കിയാൽ നമ്മൾ ഈ PQ എന്ന ലൈനെ B എന്ന ലൈൻ കട്ട് ചെയ്യുന്നത്. അപ്പം SRB BRP. കണ്ടോ അതും എത്ര കിട്ടി? 180 ഡിഗ്രി കിട്ടി. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ ARP ARS, അതും എത്ര കിട്ടി? 180 ഡിഗ്രി. അവിടെ തന്നെ നമുക്ക് 4 ആംഗിൾ മണ്ടയ്ക്ക് കിട്ടി. അതേപോലെ 4 ആംഗിൾസ് താഴെ വരും. RSDA RSC, കണ്ടോ അതൊരെണ്ണം വന്നു. ഇനി അതുപോലെ DSQ DSR, കണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ആദ്യത്തെ 2 കഴിഞ്ഞിട്ട് മൂന്നാമത്തത് മാത്രമേ അങ്ങോട്ട് മാറത്തുള്ളൂ. ഇനി QSCA QSDA, കണ്ടോ. ഇനി അടുത്തത് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്, CSRഉം പിന്നെ RSDയും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അങ്ങനെ 4 ആംഗിൾസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ലീനിയർ പെയർ എന്ന് നോക്കാം. അപ്പോൾ ലീനിയർ പെയറിൽ 180 ഡിഗ്രി നമ്മൾ നോക്കി. ഇനി അതേപോലെ തന്നെ 180 ഡിഗ്രി വരുന്നൊരു പെയറാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസും അല്ലെങ്കിൽ കോ എക്സ്റ്റീരിയർ ആംഗിൾസും. ആന്തര സഹകോണും ബാഹ്യ സഹകോണും. അപ്പം നമുക്ക് ആദ്യമേ കോ ഇൻറ്റീരിയർ ആംഗിൾസ് നോക്കാം. ഇപ്പോൾ ഇവിടെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അകത്തെ 2 കോണുകൾ, അതിപ്പോൾ വലത്തെ സൈഡിലായാലും ഇടത്തെ സൈഡിലായാലും. അപ്പം ABCD എന്ന ഒരു പാരലൽ ലൈനെ PQ എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുണ്ടാകുന്ന ആംഗിൾസ് ആണ് BRS, അതുപോലെ തന്നെ DSR. കണ്ടോ ഈ ഒരു പോയിന്റിൽ നമുക്ക് 2 ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഇത്, രണ്ടാമത്തെ ഈ ഒരു ആംഗിൾ. ആ ആംഗിൾസ് മാത്രം ഞാൻ അടയാളപ്പെടുത്താം. ആംഗിൾ BRS എന്ന് പറയുന്ന ഇത്, പിന്നെ ആംഗിൾ BRS ഇതും, ആംഗിൾ DSR ഇതും. ഈ 2 ആംഗിളൂടെ കൂട്ടിയാൽ എത്ര വരും? 180 ഡിഗ്രി വരും. അപ്പോൾ ആംഗിൾ BRS പ്ലസ് ആംഗിൾ DSR ഈക്വൽ ടു 180 ഡിഗ്രി. അത് മറ്റൊരു ലീനിയർ പെയർ, അതായത് കോ ഇൻറ്റീരിയർ ആംഗിൾസ്. 180 ഡിഗ്രി സം വരുന്നതാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാ വരുന്നത്? ഇതുപോലെ വേറൊരു കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ട്, ARSഉം പിന്നെ CSRഉം. ഈ 2 ആംഗിളൂടെ കൂട്ടി എത്ര വരും? 180 ഡിഗ്രി വരും. ആംഗിൾ ARS പ്ലസ് ആംഗിൾ CSR. ഈ CSRനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. എങ്ങനെ? RSC എന്ന് എഴുതാം. നടുക്ക് വരുന്ന S വരണമെന്നേ ഉള്ളൂ. ഓക്കെ, 2 സൈഡിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടോടെ ആഡ് ചെയ്താൽ എത്ര വരും? 180 ഡിഗ്രി വരും. ഇതാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ്, ആന്തര സഹകോണുകൾ. ഇനി നമുക്ക് അടുത്തത് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് നോക്കാം, ബാഹ്യ സഹകോണ്. ഇതേപോലെ തന്നെ വെളിയിലെ 2 വശങ്ങളിലായിട്ട് വരുന്നതാണ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. അതായത് നമ്മൾ AB എന്ന ലൈനെ ABCD എന്ന ആ ഒരു 2 പാരലൽ ലൈൻസിനെ PQ എന്ന ലൈൻ കട്ട് ചെയ്യുമ്പം വെളിയിലുണ്ടാകുന്ന ആംഗിൾ PRB. ഇതാണ് PRB. അതും ഏതടുത്ത ആംഗിൾ? DSQ. കണ്ടോ ഇത് രണ്ടും വെളിയിലുണ്ടാകുന്ന 2 കോണുകളാണ്. അപ്പോൾ ഏതൊക്കെയാ? ആംഗിൾ PRBA പ്ലസ് ആംഗിൾ DSQ
ക്യൂ. കണ്ടോ 2 ആംഗിൾ. ഇനി ഒരെണ്ണം ഒരു സെറ്റ് കൂടെ ഉണ്ട്. ഏതൊക്കെയാ? ആംഗിൾ ARPയും ആംഗിൾ CSQ. ആംഗിൾ ARPയും ആംഗിൾ CSQ. കണ്ടോ ഈ 2 ആംഗിളും എന്താണ്? കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്, ബാഹ്യ സഹകോണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സം എത്ര വരുന്നത്? 180 ഡിഗ്രീസ് ആണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെയിം ആംഗിൾസ് വരുന്നത് ഏതൊക്കെയാണ്, ഒരേ ആംഗിൾസ് ഒരേ അളവ് വരുന്നത് ഏതൊക്കെ ആംഗിൾസ് ആണെന്ന്. ഫസ്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കാം, അതായത് എതിർ കോണുകൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഏതൊക്കെയുള്ളത്? ഏതൊക്കെ ആംഗിൾസ് ആണ് ഇവിടെ ഓപ്പോസിറ്റ് വരുന്നത്? PRB. ഈ PRB എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ARS. കണ്ടോ ഇത് രണ്ടുമാണ് ഓപ്പോസിറ്റ് ആംഗിൾ. ആംഗിൾ PRBയും ആംഗിൾ ARSും ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇനി വേറൊരു ഓപ്പോസിറ്റ് ആംഗിൾസ് അവിടെ ഉണ്ട്. ഏതൊക്കെയാണ്? ആംഗിൾ BRSും ആംഗിൾ PRAയും. ഓക്കെ, ആംഗിൾ BRSും ആംഗിൾ PRAയും അത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അവിടെ തന്നെ 4 ഓപ്പോസിറ്റ് ആംഗിൾസ് വന്നു. ഇനി വീണ്ടും ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഉണ്ട് താഴെ. ഏതൊക്കെയാ? RSD. ആംഗിൾ RSD അതേതാ? ഈ ഒരു ആംഗിളാണ് RSD. അതിന് ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ CSQ ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. CSQ. ഇത് കണ്ടോ ഈ 2 ആംഗിൾസ് വരും. ഇനി വീണ്ടും ഓപ്പോസിറ്റ് വരുന്ന ഒരു സെറ്റ് കൂടെ ഉണ്ട്. ആംഗിൾ DSQവും ആംഗിൾ CSR. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് എത്ര എണ്ണം വന്നിട്ടുണ്ട്? 4 പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് നമുക്ക് ഇവിടെ കിട്ടും. 4 പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് എതിർ കോണുകൾ കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, അത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കുകയോ കാര്യങ്ങളൊന്നും കണ്ടാൽ തന്നെ അറിയത്തില്ല. ഒരേപോലുള്ളത് ഈ ഇവിടെ വലിയ ആംഗിൾസും ചെറിയ ആംഗിൾസും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാക്കാവുന്നല്ലോ. ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലാം നമുക്ക് ഈക്വൽ ആണ്, അതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നോക്ക്, PRS അത് ചെറിയ ആംഗിളാണ്, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് തന്നെ വരുന്നത് ARS ആയിരിക്കും, അതിന് സെയിം ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ARP അതൊരു വലിയ ആംഗിളാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് വലിയ ആംഗിൾ തന്നെയാണ്. ഈ ആംഗിളും ഇവിടുത്തെ വലിയ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കണ്ടോ, അത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പിക്ചർ കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ സമസ്ഥാനീയ കോണുകൾ, അതും എന്താണ്? ഈക്വൽ ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അളവ് വരാൻ സാധ്യതയുള്ളൂ. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. മണ്ടയ്ക്കത്തെ വേണ്ടി ഈ ആംഗിളിന് സെയിം ആയിട്ട് അതേ സൈഡ് റൈറ്റ് സൈഡിൽ തന്നെയുള്ള ആംഗിളാണ് ഏത്? ഇത്. കണ്ടോ, അപ്പോൾ ഏതൊക്കെയാണ്? ആംഗിൾ PRB ഈക്വൽ ടു ആംഗിൾ ആംഗിൾ RSD. കണ്ടോ, അത് രണ്ടും റൈറ്റ് സൈഡിൽ തന്നെ ഉള്ളതാണ്. ഇനി ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ള 2 ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ PRA ഈക്വൽ ടു ആംഗിൾ RSC. ഈ ആംഗിളും കണ്ടോ, രണ്ടും ലെഫ്റ്റിലും റൈറ്റിലും ടോപ്പിലും. ഇനി താഴെ ബോട്ടം വരുന്ന ആംഗിൾസ് എടുക്കണം. അതായത് ആദ്യം റൈറ്റിലെ ബോട്ടം വരുന്നിരിക്കുക ആംഗിൾ BRS. ഏതാ ആംഗിൾ BRS? ഇത്. ഇതേപോലെ തന്നെ താഴെ വരുന്ന ആംഗിളാണ് ഇത്. അതേതാ? ആംഗിൾ DSQ. കണ്ടോ, അത് രണ്ടും ഈക്വലാണ്. ഇനി ബോട്ടം നമ്മൾ റൈറ്റ് ആണ് ഇനി എപ്പോൾ എടുത്തത്, ഇനി എടുക്കേണ്ട ബോട്ടം ലെഫ്റ്റ്. ഏതാ? ഈ ഒരു ആംഗിൾ ARS ഈക്വൽ ടു ആംഗിൾ ഏതാ വരുന്നത്? ARS എന്ന് പറയുന്നത് ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ CSQ. വീണ്ടും ആ 4 പെയർ ഓഫ് ആംഗിൾസ് നമുക്ക് മനസ്സിലായല്ലോ. അതിൻ്റെ പേരെന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ സമസ്ഥാനീയ കോണുകൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ അതങ്ങ് പഠിച്ചാൽ മതി. അല്ലാതെ ഈ പേരുകളോ കാര്യങ്ങളോ ഒന്നും പഠിക്കണമെന്നില്ല. ഒരു ഐഡിയാസ് വേണമല്ലോ. ഇങ്ങനെ പേരുകൾ എടുത്തൊന്നും അങ്ങനെ ചോദിക്കത്തേ ഇല്ല. ഇനി ബൈ ചാൻസിൽ എവിടെയെങ്കിലും ആരെങ്കിലും അങ്ങനെ ചോദിച്ചു പോയാൽ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ ഒരു പിക്ചർ കണ്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ എന്ന് എഴുതി വെച്ചിട്ട്
അതിൻ്റെ റിലേഷൻ വെച്ച് കണ്ടുപിടിക്കാമല്ലോ. പക്ഷേ ഇങ്ങനെ അല്ല നിങ്ങൾക്ക് ഒരിക്കലും തരുന്നത്. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് തരാൻ പോകുന്ന പിക്ചേഴ്സ് നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഒരു ബേസ് ഒന്ന് തുടങ്ങിയതാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് വരുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ്, അതല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾസ്, മറുകോണുകൾ എന്ന് പറയും. ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ്. ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ആൾസോ ഈക്വൽ. ഒരേപോലെ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എടുക്കുന്നത് റൈറ്റ് സൈഡ് ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡ് ബോട്ടം ആയിരിക്കും. കണ്ടോ, റൈറ്റ് സൈഡ് ടോപ്പും ലെഫ്റ്റ് സൈഡ് ബോട്ടവും. ഏതൊക്കെ? ആംഗിൾ പി ആർ ബി. അതിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാ? ആംഗിൾ സി എസ് ക്യൂ. കണ്ടോ, റൈറ്റ് സൈഡ് ടോപ്പും ലെഫ്റ്റ് സൈഡ് ബോട്ടവും. അതൊരു ഓൾട്ടർനേറ്റ് ആംഗിളാണ്. ഇനി മറ്റൊരു ഓൾട്ടർനേറ്റ് ആംഗിൾ പറഞ്ഞേ. ഇനി നമ്മൾ റൈറ്റ് സൈഡ് ബോട്ടവും ലെഫ്റ്റ് സൈഡ് ടോപ്പുമാണ് എടുക്കാൻ പോകുന്നത്. കണ്ടോ, ഏതൊക്കെ? ആംഗിൾ ബി ആർ എസ് ഈക്വൽ ടു ആംഗിൾ ആർ എസ് സി. കണ്ടോ, റൈറ്റ് സൈഡ് ബോട്ടവും ലെഫ്റ്റ് സൈഡ് ടോപ്പും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡ് ടോപ്പും റൈറ്റ് സൈഡ് ബോട്ടവും. നോക്ക്, ആംഗിൾ എ ആർ പി ഈക്വൽ ടു ആംഗിൾ ഡി എസ് ക്യൂ. കണ്ടോ, ഈ ആംഗിൾസ് രണ്ടും ഈക്വലാണ്. ഇനി ഒരു സെറ്റ് ആംഗിൾസ് കൂടെ നമ്മൾ ഇനി എടുക്കാറുണ്ട്. അതേതാ? ലെഫ്റ്റ് സൈഡ് ടോപ്പും ലെഫ്റ്റ് സൈഡ് ബോട്ടവും റൈറ്റ് സൈഡ് ടോപ്പും. രണ്ട് ഈ ആംഗിൾസ്. ആംഗിൾ എ ആർ എസ് ഈക്വൽ ടു ആംഗിൾ ഡി എസ് ആർ. കണ്ടോ, ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേര് എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണുകൾ. ഇത് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഒരു പിക്ചർ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെത്തി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു അളവ് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ വേണ്ട ഈ ഒരു ആംഗിളിനെ നമ്മൾ 50 എന്ന് എടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്തെ ആംഗിൾ എത്രയായി? 130 ആയി. ഇതിന് ഓപ്പോസിറ്റ് ഈ ആംഗിൾ എത്രയായി? 130 ആയി. ഈ 50ൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എത്രയായി? 50 ആയി. ഇവിടെ 130 ആണെങ്കിൽ ഈ താഴത്തത് ഈ ആന്തരസഹകോണുകൾ അതെത്ര വരും? ഇവിടെ 50 വരും. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ വീണ്ടും ഇവിടുത്തെ ആന്തരസഹകോണ് ഇവിടെ എത്ര വരും? 130 വരും. ഇനി ഇത് 130 ആണെങ്കിൽ ലീനിയർ പെയർ ഇവിടെ എത്ര വരും? 50 വരും. ഇത് 130 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര വരും? 130 വരും. ഇതിപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയി ഇവിടെ എഴുതിയേക്കുന്നത് മനസ്സിലായി. ഇത് നിങ്ങളൊന്ന് എഴുതി നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഏതൊക്കെ ആംഗിൾസ് ആയിക്കോളും. ഈ ഒരു ഐഡിയ കൈ വെച്ചിരുന്നാലും മതി. നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുന്നതായിരിക്കും USS എന്നുള്ളൊരു ഭാഗത്തേക്ക് പോകും. പക്ഷേ ക്ലാസ് ടെക്സ്റ്റുകളിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും നിങ്ങളും ചോദിക്കണമെന്നില്ല, പക്ഷേ ചോദിച്ചാൽ നമ്മൾ അതിനും സെറ്റായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തരാം. അപ്പോൾ അത് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു പിക്ചർ ഞാൻ എൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പിക്ചർ വെച്ച് ഞാൻ ഇന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതാണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഏതാണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതാണ്, കോ ഇൻറ്റീരിയർ ആംഗിൾസ് ഏതാണ്, കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതാണ്, അതെല്ലാം ഒന്ന് എഴുതി നോക്കണേ.